ഗുരുത്വബലത്തിന്റെ ഫലമായി ഭൂമിക്ക് ചുറ്റും വായു തങ്ങി നിൽക്കുന്നുണ്ട്. ഈ വായുവിനെയാണ് നമ്മൾ അന്തരീക്ഷം എന്ന് പറയുന്നത്. ഏതൊരു വസ്തുവിനെയും പോലെ ഈ വായുവിനും ഭാരമുണ്ട്. ഇങ്ങനെ തങ്ങി നിൽക്കുന്ന വായു ഭൗമോപരിതലത്തിൽ ചെലുത്തുന്ന ഭാരമാണ് അന്തരീക്ഷമർദ്ദം എന്ന് പറയുന്നത്. സെപ്റ്റംബർ 23 ശേഷം സൂര്യന്റെ അയനം ദക്ഷിണാർദ്ധഗോളത്തിലേക്ക് മാറുന്നു. ഇവിടെ ഡിസംബർ 22 ദക്ഷിണായന രേഖയിൽ സൂര്യരശ്മി ലംബമായി പതിക്കുന്നതിന്റെ ഫലമായി ഈ കാലത്ത് എല്ലാ മർദ്ദമേഖലകളും ഏകദേശം 5 ഡിഗ്രി മുതൽ 10 ഡിഗ്രി വരെ തെക്കോട്ട് നീങ്ങുന്നു. ഉത്തരാർദ്ധഗോളത്തിൽ ചക്രവാതങ്ങൾ വീശുന്നത് എതിർ ഘടികാര ദിശയിലാണ്. എന്നാൽ ദക്ഷിണാർദ്ധഗോളത്തിൽ ഇവ ഘടികാര ദിശയിലുമാണ് വീശുന്നത്. ഒരു പ്രദേശത്തെക്കുറിച്ചുള്ള അടിസ്ഥാന വിവരങ്ങൾ ഭൂവിവര സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടെ നമുക്ക് വിശകലനം ചെയ്ത് പഠനങ്ങൾക്ക് വിധേയമാക്കാൻ സാധിക്കും. ഇങ്ങനെ വിശകലനത്തിന് വിധേയമാക്കിയ വിവരങ്ങളെ നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഭൂപടങ്ങളായോ പട്ടിക സംഗ്രഹണ രൂപത്തിലോ സാംഖിക അഥവാ ഡിജിറ്റൽ രൂപത്തിലോ ഉൽപ്പന്നങ്ങളാക്കി മാറ്റാവുന്നതാണ്. ലോകത്തെ ആകെ കരവിസ്തൃതിയുടെ 1/3 ഉൾക്കൊള്ളുന്ന വൻകരയാണ് ഏഷ്യ. അക്ഷാംശം വടക്ക് 81 ഡിഗ്രി 12 തെക്ക് 10 ഡിഗ്രി 11 രേഖാംശം കിഴക്ക് 26 ഡിഗ്രി 2 പടിഞ്ഞാറ് 169 ഡിഗ്രി 40 ഇടയ്ക്കാണ് ഏഷ്യ സ്ഥിതി ചെയ്യുന്നത്. ഈ കാണുന്ന ബെറിംഗ് കടലിടുക്കാണ് വടക്കേ അമേരിക്കയിൽ നിന്ന് ഏഷ്യയെ വേർതിരിക്കുന്നത്. ഈ കാണുന്ന സൂയസ് കനാലാണ് ഏഷ്യ വൻകരയെ ആഫ്രിക്കയിൽ നിന്ന് വേർതിരിക്കുന്നത്. ഇന്ത്യയിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം അനുഭവപ്പെടുന്നത് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിലാണ്. ജൂൺ മാസത്തിൽ വടക്ക് പടിഞ്ഞാറെ ഇന്ത്യയിൽ രൂപം കൊള്ളുന്ന ന്യൂനമർദ്ദം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്നുള്ള മൺസൂൺ കാറ്റുകളെ ഇന്ത്യയുടെ ഉൾഭാഗങ്ങളിലേക്ക് ആകർഷിക്കുന്നു. തെക്ക് പടിഞ്ഞാറ് ദിശയിൽ വീശുന്ന മൺസൂൺ കാറ്റിനെ ഇന്ത്യൻ ഉപദ്വീപ് 2 ശാഖകളായി വേർതിരിക്കുന്നു. ഇതിൽ അറേബ്യൻ ശാഖ മധ്യപ്രദേശ്, ഡെക്കാൻ പീഠഭൂമി എന്നിവിടങ്ങളിൽ മിതമായ മഴ നൽകിക്കൊണ്ട് ഗുജറാത്തിലും പടിഞ്ഞാറൻ രാജസ്ഥാനിലും എത്തുന്നു. ഈ സമയമാകുമ്പോഴേക്കും ഈ കാറ്റിലെ ജലാംശം തീരെ കുറവായിരിക്കും. അതുകൊണ്ട് വളരെ ചെറിയ തോതിലുള്ള മഴ മാത്രമേ ഈ പ്രദേശങ്ങളിൽ ലഭിക്കുന്നുള്ളൂ. ഇന്ത്യൻ റെയിൽവേയെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മാറ്റി നിർത്താൻ കഴിയാത്ത ഒന്നാണ് കൊങ്കൺ റെയിൽവേയുടെ നിർമ്മാണം. 1998 ജനുവരി 26 കൊങ്കൺ റെയിൽപാതയിലൂടെ ഗതാഗതം ആരംഭിച്ചത്. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഇന്ത്യൻ റെയിൽവേ ഏറ്റെടുത്ത കടുത്ത വെല്ലുവിളിയായിരുന്നു ഈ ദൗത്യം. മഹാരാഷ്ട്രയിലെ റോഹ മുതൽ കർണാടകത്തിലെ മംഗലാപുരം വരെ 760 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ റെയിൽപാതയുടെ നിർമ്മാണത്തിന് 3500 കോടി രൂപ വേണ്ടിവന്നു. കൊങ്കൺ റെയിൽ കോർപ്പറേഷനാണ് ഈ പാതയുടെ നിർമ്മാണം നിർവഹിച്ചത്. ഈ റെയിൽപാത 146ഓളം നദികളും പുഴകളും മുറിച്ചു കടക്കുന്നുണ്ട്. 2000 പാലങ്ങളും 91 തുരങ്കങ്ങളും ഈ പാതയിലുണ്ട്. ഇതിലെ ഏറ്റവും വലിയ തുരങ്കത്തിന് 6.5 കിലോമീറ്റർ ദൈർഘ്യമുണ്ട്. ഇത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ തുരങ്കമാണ്. നവജാത ശിശുക്കൾ മുതൽ വൃദ്ധന്മാർ വരെ അടങ്ങുന്നതാണ് ജനസംഖ്യ. ഇതിനെ വിവിധ പ്രായക്കാരുടെ ഗ്രൂപ്പുകളായി തരംതിരിച്ച് ആകെ ജനസംഖ്യയുമായി താരതമ്യം ചെയ്യുന്നതിനെയാണ് ജനസംഖ്യയിൽ പ്രായഘടന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്ത്യയിലെ ജനസംഖ്യയിൽ 34.33% ആളുകളും 14 വയസ്സിൽ താഴെയുള്ളവരാണ്. 58.7% പേരും
15 വയസ്സിനും 59 വയസ്സിനും ഇടയിലുള്ളവരാണ്. 6.97% ആളുകൾ 60 വയസ്സിൽ കൂടുതലുള്ളവരാണ്. അതായത് 15നും 60നും ഇടയിൽ പ്രായമുള്ളവരാണ് ഇന്ത്യയിലെ ജനസംഖ്യയിൽ അധികവും. ഏകദേശം 3500 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപാണ് ഭൂമിയിൽ ജൈവമണ്ഡലം രൂപപ്പെടുന്നത്. നിരന്തരമായ സൂര്യതാപനത്തിന്റെ ഫലമായി ഭൗമമണ്ഡലത്തിൽ നിരവധി ഭൗതിക പ്രവർത്തനങ്ങൾ നടക്കുകയും തുടർന്ന് സമുദ്രങ്ങളിൽ ജീവന്റെ ആദ്യരൂപം പൊട്ടിപ്പുറപ്പെടുകയുമുണ്ടായി. ജല്ലി രൂപത്തിൽ കാണുന്ന ഈ ആദ്യകാല ജീവി ബ്ലോബ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ചുറ്റുപാടിൽ നിന്നും ഊർജം സ്വീകരിക്കാനും വളരാനും പ്രത്യുൽപാദനം നടത്താനും ബ്ലോബിന് ശേഷിയുണ്ടായിരുന്നു. പിന്നീട് കാലക്രമേണ ഈ ബ്ലോബിൽ നിന്നും പരിണമിച്ചുണ്ടായവയാണ് ഇന്നു കാണുന്ന എല്ലാ ജീവികളും എന്നാണ് കണക്കാക്കപ്പെടുന്നത്. നിരവധി പ്രത്യേകതകളുള്ള ഒരു മണ്ഡലമാണ് ജൈവമണ്ഡലം. ഇവിടെ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഒരു നിശ്ചിത അളവ് ഉയരത്തിലും സമുദ്രത്തിലും കരയിലുമാണ് ജീവൻ കാണപ്പെടുന്നത്. ജീവികൾ ജനിക്കുകയും വളരുകയും പ്രത്യുൽപാദനം നടത്തുകയും മരിച്ച് മണ്ണോടടുക്കുകയും ചെയ്യുന്നത് ഈ മണ്ഡലത്തിൽ വെച്ചാണ്. ഇതിന്റെ എല്ലാം ഫലമായി കൽക്കരി, പെട്രോൾ തുടങ്ങിയ ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപഭോഗം വൻതോതിൽ വർദ്ധിക്കാനിടയായി. തുടർന്ന് നഗരവൽക്കരണം ത്വരിതപ്പെടുകയും ഗതാഗത രംഗത്ത് വൻ കുതിച്ചുചാട്ടമുണ്ടാവുകയും ചെയ്തു. കാർഷിക മേഖലയിലെ വാണിജ്യവൽക്കരണത്തിന്റെ ഫലമായി വാണിജ്യവിളകൾക്കായി ആളുകൾ വനപ്രദേശങ്ങൾ വൻതോതിൽ വെട്ടിത്തെളിച്ചു. ഉൽപാദന വർധനവിനായി രാസവളം അനിയന്ത്രിതമായി ഉപയോഗിക്കാൻ തുടങ്ങി. രാസകീടനാശിനികളും അമിതമായ തോതിൽ പ്രയോഗിച്ചു. സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്തുന്നതിനായി പ്രകൃതി വിഭവങ്ങളെ അമിതമായി ചൂഷണം ചെയ്തത് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ രൂക്ഷമാക്കി. ഫോസിൽ ഇന്ധനങ്ങളുടെ ശേഖരത്തിൽ ഗണ്യമായ കുറവ് തന്നെയുണ്ടായി. കൂടാതെ മണ്ണിന്റെ സ്വാഭാവിക ഫലഭൂയിഷ്ഠത നഷ്ടമാവുകയും ചെയ്തു. ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയെ നമുക്ക് 3 മേഖലകളാക്കി തരംതിരിക്കാവുന്നതാണ്. 1. പ്രാഥമിക മേഖല അഥവാ പ്രൈമറി സെക്ടർ. 2. ദ്വിതീയ മേഖല അഥവാ സെക്കൻഡറി സെക്ടർ. 3. തൃതീയ മേഖല അഥവാ ടെറിഷറി സെക്ടർ. ഇതിൽ ഒന്നാമത്തെ മേഖലയാണ് പ്രാഥമിക മേഖല. ഈ മേഖലയിൽ ഉൽപാദനം നടത്തുന്നത് പ്രകൃതി വിഭവങ്ങളെ നേരിട്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ്. ഇനി നമുക്ക് ധനകാര്യ ഇടനിലക്കാരെക്കുറിച്ച് പഠിക്കാം. ധനകാര്യ ഇടനിലക്കാരെ നമുക്ക് 2 തരംതിരിക്കാം. 1. ബാങ്കുകൾ. 2. ബാങ്ക് ഇതര സ്ഥാപനങ്ങൾ. ഇതിലാദ്യം നമുക്ക് ബാങ്കുകളെക്കുറിച്ച് പഠിക്കാം. പൊതുജനങ്ങളിൽ നിന്നും നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയും ആവശ്യക്കാർക്ക് വ്യവസ്ഥകൾ അനുസരിച്ച് വായ്പകൾ നൽകുകയും ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് ബാങ്കുകൾ എന്ന് പറയുന്നത്. ബാങ്കുകളെ നമുക്ക് 3 തരംതിരിക്കാവുന്നതാണ്. 1. വാണിജ്യ ബാങ്കുകൾ. 2. സഹകരണ ബാങ്കുകൾ. 3. മറ്റ് വികസന ബാങ്കുകൾ. എന്നാൽ 1930കളിൽ അമേരിക്കൻ ഓഹരി കമ്പോളത്തിൽ ആരംഭിച്ച ലോക സാമ്പത്തിക തകർച്ച മുതലാളിത്ത രാജ്യങ്ങളെ ഒന്നടങ്കം പ്രതിസന്ധിയിലാക്കി. എന്നാൽ ഇതേ സമയം കമ്മ്യൂണിസ്റ്റ് രാജ്യമായ സോവിയറ്റ് യൂണിയനെ ഈ പ്രശ്നങ്ങൾ സ്വാധീനിച്ചിരുന്നില്ല. കാരണം ക്ഷേമപ്രവർത്തനങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ഭരണരീതിയായിരുന്നു ഇവിടെ പിന്തുടർന്നിരുന്നത്. സോവിയറ്റ് യൂണിയന്റെ ഈ അനുഭവത്തിൽ നിന്നും പാഠം ഉൾക്കൊണ്ട മുതലാളിത്ത രാജ്യങ്ങൾ ഇതോടെ പലതരത്തിലുള്ള ക്ഷേമ പദ്ധതികൾ ആവിഷ്കരിക്കാൻ ആരംഭിച്ചു. എന്നാൽ 2ാം ലോകമഹായുദ്ധം ലോകത്തിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തി. അമേരിക്ക യൂറോപ്യൻ രാജ്യങ്ങളെ പിന്തള്ളി ലോക സമ്പദ് വ്യവസ്ഥയിൽ ഒന്നാമതെത്തിയതായിരുന്നു ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്.